അംഗങ്ങൾ അത് പങ്കുവെക്കുമോ എന്നതാണ് അറിയേണ്ടത്. ഇപ്പോൾ നടി സോണിയ മൽഹാർ ടെലിഫോൺ ലൈനിലുണ്ട്. സോണിയ മൽഹാർ, ഈ കൂടിക്കാഴ്ച WCC അംഗങ്ങൾ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വിഷയങ്ങൾ അഭിസംബോധന ചെയ്യും, അല്ലെങ്കിൽ അതിന് അനുകൂലമാകുന്ന ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും, അങ്ങനെയൊക്കെ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനേക്കാൾ ഉപരി, ആ പ്രതീക്ഷയേക്കാൾ ഉപരി നമ്മൾ വിശ്വസിക്കുന്നത് അവർ കൊടുത്ത മൊഴി പുറത്തു പോകാതിരിക്കാനുള്ള ഒരു വലിയ വെപ്രാളമായിട്ടാണ്. ഇന്നലെ മറ്റൊരു മാഡം ഒരു ഓൺലൈൻ ചാനലിൽ കൊടുത്തൊരു ഇന്റർവ്യൂ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. കാരണം അവരവരുടെ മൊഴി സംരക്ഷിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. WCC അംഗങ്ങളൊക്കെ ഇതിന്റെ നിലപാടുകളിൽ പലതരത്തിൽ വെള്ളം ചേർക്കുന്നതായിട്ടാണ്. അവരുടെ എഫേർട്ടിനെയൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. അവർ വഴി തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മറ്റുമൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ അവർ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇരകളാക്കപ്പെട്ടവർക്കുള്ള നീതി നിഷേധത്തിന് പലതരത്തിലുള്ള ഇടപെടലുകളായിരിക്കും. അല്ലാതെ എനിക്ക് തോന്നില്ല സുതാര്യമാണെന്ന്. അവർ ഇത്രയും നട്ടലുള്ള സ്ത്രീകളാണെന്ന് പറഞ്ഞിട്ട് എത്ര പേരാണ് പരാതി പറയാൻ, അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന്റെ മുന്നിൽ തന്നെ ചാനലുകളടക്കം ചോദിച്ചാലും ഒരു വ്യക്തിയുടെ പേര് പറയും. കാരണം അവർക്കൊക്കെ ആരെയോ ഭയക്കുന്നുണ്ട്. ആ ഭയമാണ് ഇത്രയും വർഷമായിട്ടും നമ്മളെ ഇൻഡസ്ട്രിയെ തകർത്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്റെ കാര്യം ഇവർ കാണിച്ച ആർജവമല്ലേ ഇത്തരത്തിലൊരു സമിതി രൂപീകരിക്കുന്നതിനൊക്കെ കാരണമായത്? അത് കുറച്ച് കാണുന്നില്ല സാറേ, അത് അവരുടെ എഫേർട്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊരു പ്രത്യേക കാര്യത്തിനുള്ള ഒരു ഇടപെടലായിട്ട് പിന്നീട് പൊതുസമൂഹത്തിന് തോന്നിയെങ്കിൽ അത് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ മാത്രം കാണിക്കുന്ന ഒരു വെപ്രാളം അല്ലെങ്കിൽ ഒരു സവിഷ്ണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഈ സ്ത്രീകളിൽ വ്യത്യാസം കാണുന്നത് എന്തുകൊണ്ടാണ്? ജൂനിയർ, സീനിയർ, അല്ലെങ്കിൽ ഇപ്പൊ വരുന്ന കുട്ടികൾ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാണോ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളൊക്കെ നിൽക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ സാറേ. ഒരു പ്രത്യേക കാര്യത്തിന് ആർജവം കാണിക്കുകയും ഊർജിതം കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ മറ്റു സ്ത്രീകൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാലും അതേ ആർജവം കാണിക്കണം. അതാണ് WCC അംഗങ്ങളോട് എനിക്കുള്ള റിക്വസ്റ്റ്. കാരണം അവർ ചെയ്ത നിലപാടുകളെല്ലാം ഒരു ഘട്ടത്തിൽ ശരിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വന്നതും ഇന്ത്യയിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ തുടങ്ങേണ്ടി വന്ന ഗതികേട് ഉണ്ടാക്കി വെച്ചത്. പക്ഷെ അവരുടെ എഫേർട്ടിനെയൊന്നും നമ്മൾ ചെറുത്, അതായത് കൂടുതൽ ശക്തമായ ഒരു നടപടി ആവശ്യപ്പെടുന്നതിന് വേണ്ടി ആയിരിക്കില്ല ഈ കൂടിക്കാഴ്ച എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ രഞ്ജിനി മാഡം, പേര് പറയുന്നത് കുഴപ്പമില്ലാണ്, നിങ്ങൾ എല്ലാവരും കണ്ടുകാണ്. രഞ്ജിനി മാഡം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ മാഡം പറയുന്നതും നീതി വേണം, പക്ഷേ മൊഴികളിൽ ഏത് രീതിയിലാണ് അത് പുറത്തു വരുന്നത്? അല്ല, അത് രഞ്ജിനി നേരത്തെ തുടക്കം മുതൽ ആ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതെ, മൊഴികൾ രഞ്ജിനിയുടെ ഒരു പ്രതികരണത്തെ നമുക്ക് ഒരു സംഘടനയുടെ പ്രതികരണമായി വിലയിരുത്താൻ പറ്റുമോ? പറ്റില്ല, അത് പറ്റില്ല. അവർ തന്നെ പറയുന്നുണ്ട് അതിനകത്തൊരു കോർഡിനേഷനിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഐക്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ആ വീഡിയോ ഫുള്ള് കണ്ടാൽ അറിയാൻ പറ്റും. അപ്പൊ ഇവര് യൂണിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വേണം. അത് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ, പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇവര് മുഖ്യമന്ത്രി കണ്ടതിന് ശേഷമുള്ള ഇവരുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കിയാലല്ലേ നമുക്ക് അത്രയും കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. സംശയം തീർച്ചയായും അവർ പ്രതികരിക്കുന്നുവെങ്കിൽ നമുക്ക് വ്യക്തത വരും. എന്തിനായിരുന്നു കൂടിക്കാഴ്ച എന്നത് സംബന്ധിച്ച് വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ഡാൻ കുര്യനിലേക്ക് തന്നെ പോവുകയാണ്. ഡാൻ, ഈ കൂടിക്കാഴ്ച സമാപിച്ചോ? അവരുടെ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ കൂടിക്കാഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതായത് ക്യാബിനറ്റ് യോഗം അവസാനിക്കാൻ ഇന്ന് വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയും വൈകിയിരുന്നു. പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രതികരണം WCCയുടെ ഭാഗത്തു നിന്ന് വരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, CMDRFിലേക്ക് അവരുടെ ഒരു സംഭാവന കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇവിടെ എത്തിയത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ മുഖ്യമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഉണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തമായ ഉത്തരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി പുറത്തേക്ക് കടന്നു വരുമ്പോൾ നടത്തുന്ന പ്രതികരണങ്ങൾ തന്നെയായിരിക്കും നിർണായകമായി മാറുക. എന്തായാലും മുഖ്യമന്ത്രി വയനാടിനുള്ള സഹായം എന്ന് പറയുമ്പോൾ പോലും ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ. അത് ഏറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ള, കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട പശ്ചാത്തലം, നിരവധി ആളുകൾ പരാതിയുമായി നേരിട്ട് രംഗത്ത് വരുന്നു.